Good morning, Miss. Good morning, Miss. Good morning. How are you? I am fine. How are you, Miss? Yes, I am fine. Ready ആണോ എല്ലാവരും മക്കളെ? Yes. Yes. Good morning, Miss. Good morning. ആഹാ എല്ലാവർക്കും സ്കൂളൊക്കെ തുറക്കാറായില്ലേ? എല്ലാരും അടിച്ച് സന്തോഷത്തിലാണോ? Yes. Yes. എല്ലാരും ഹാപ്പിയിലാണോ? Yes. Yes. Okay. അല്ലന് എന്ത് പറ്റി? അന്നൊന്നും മിണ്ടുന്നില്ലല്ലോ അലൻ സാജ്. എല്ലാവരും എക്സാമിന് പഠിക്കുന്നുണ്ടോ? ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എക്സാം ആണ്. മിസ്സിന്റെ മക്കൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച എല്ലാ ലെസണും നന്നായിട്ട് പഠിക്കുക, എല്ലാ സബ്ജക്റ്റും. ഓക്കെ ഓക്കെ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്യുന്ന ഒരു മിനിറ്റ് വീഡിയോ ഓൺ ചെയ്തേ. മിസ് ഓ ഏഴാമത്തിന്റെ ആക്ടിവിറ്റീസ് ഒന്ന് ഏഴാമത്തെ എന്താണ് മിസ് ഇപ്പൊ ഏത് ലെസൺ എടുക്കുന്നത്? മിസ് 8ാമത്തെ ലെസൺ എടുത്തുവല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഡയറി എടുത്തില്ലേ പ്രിയയുടെ? അത് വായിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നു. എന്താണ് പാഠമായിട്ട് വായിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നു. ആ ഓക്കെ ഓക്കെ, അത് വായിപ്പിക്കാം. അതില് പാഠങ്ങൾ അതിനിടയിൽ പിന്നെ മിസ് പറയാൻ വിടേം. അതിനിടയിൽ ആരാ 7ാമത്തെ പാഠത്തിന്റെ വർക്കുകൾ ചോദിച്ചത്? ഏഴാമത്തെ പാഠത്തിലെ വർക്കുകൾ പറഞ്ഞില്ലേ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിലെ? ജെറ ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. ഷംവീൽ ആർ യു റെഡി? അദ്വൈത് ദേവപ്രിയ വീഡിയോ ഓൺ ചെയ്ത് കാണുന്നില്ലല്ലോ. എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. മിസ് കഴിഞ്ഞ ക്ലാസ്സില് 8ാമത്തെ ലെസൺ എടുത്തു, പ്രിയാക്കി ഡയറി. അതിലെ വർക്കുകളും പറഞ്ഞു അല്ലേ? വർക്കുകൾ പറഞ്ഞോ? ഇല്ലല്ലോ, പാഠം എടുത്തല്ലോ. ആരോ വായിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നേ. ആ പാഠം വർക്കുകൾ പറയട്ടെ. ആ ഞാൻ വായിപ്പിക്കാം. നമുക്ക് അതിലെ വർക്കുകൾ കൂടി തീർത്താലേ നമുക്ക് എക്സാമിന് കംപ്ലീറ്റ് ആവുള്ളൂ. ആ പാഠത്തിലെ വർക്കുകൾ കൂടി നമുക്ക് അടുത്തൊരു ക്ലാസ് കൂടി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ വർക്കുകൾ പറയാം. ആരാണ് ശല്യം ചെയ്യുന്നേ? ആരോണേ? ആരോൺ പ്ലീസ് ലിസൺ. ആര് മോനെ ശല്യം ചെയ്യുന്നേ? പ്ലീസ് അൺമ്യൂട്ട്. ആരോൺ അൺമ്യൂട്ട് ചെയ്ത് പറ. ആരത്? സിസ്റ്റർ ആണോ? ഞാൻ വരണോ അങ്ങോട്ടെ? നിന്നെ ദ്രോഹിക്കുന്നുണ്ടോ അവള്? നിന്നെ ശല്യം ചെയ്യരുത് പറയണേ. ഓക്കെ. എബിൻ ക്രിസ്റ്റി സിൻഡോ വീഡിയോ ഓൺ ചെയ്തേ. പേജ് നമ്പർ 43 എടുത്ത് വെച്ച് എല്ലാരും. ആഗ്നസ് എല്ലാരും ഓക്കെ മോളെ? ആഗ്നസ് കുറഞ്ഞോ? അമ്മയ്ക്ക് കുറഞ്ഞോ? കുറഞ്ഞു. മറ്റാർക്കും പ്രശ്നങ്ങളില്ലല്ലോ? ഇല്ല. ഓക്കെ. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ 8ാമത്തെ ചാപ്റ്റർ വരെ 8 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. കഴിഞ്ഞ ഗൂഗിൾ ഫോമിന് വരുന്ന പാഠങ്ങള്
അതിന് അധികം പ്രാധാന്യം നൽകാതെ അതിനുശേഷമുള്ളവയ്ക്ക് നന്നായിട്ട് പ്രാധാന്യം നൽകുക. അതുവരെയുള്ള പാഠങ്ങൾ ഒരു 25%, ബാക്കിയുള്ളവ 75% ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ 1 മുതൽ 8 വരെയുള്ള പാഠങ്ങൾ പഠിക്കണം. പക്ഷെ ഒരു 3-4 പാഠങ്ങൾക്ക് ശേഷമുള്ളവ നന്നായിട്ട് എഴുതി പഠിക്കുക. 10 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. ഉചിതമായ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്ത് എഴുതാനുണ്ടാവും. വിലോമ ശബ്ദം ഓപ്പോസിറ്റ് ഉണ്ടാവും. പര്യായ പദങ്ങൾ ഉണ്ടാവും. ഫില്ലിന്റെ ബ്ലാങ്ക്സ് ഉണ്ടാവും. അതിൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, ലിങ്ക് ബദലി, അങ്ങനെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അവയൊക്കെ. ഓക്കെ, അപ്പൊ 8 പാഠങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിന്റെ വർക്കൗട്ട് പറഞ്ഞ് നമുക്ക് നിർത്താം. നമുക്ക് അതിന്റെ എന്താണ് അടുത്ത ക്ലാസ്സിൽ റിവിഷൻ തന്നെ വെക്കാം. എല്ലാ പാഠങ്ങളും ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ ശബ്ദാർത്ഥ വേർഡ് മീനിങ് പേജ് നമ്പർ 43. എന്താ ഷെഫി? അടുത്ത ക്ലാസ്സിലാണ് റിവിഷൻ. യെസ്, അടുത്ത ക്ലാസ് പറഞ്ഞാൽ നെക്സ്റ്റ് വെനസ്ഡേ. ഓക്കെ, ഇന്നത്തെ നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്നല്ല ഉദ്ദേശിച്ചത്. അത് മക്കളെ നിങ്ങൾ അന്നത്തെ എക്സാം, കഴിഞ്ഞ ക്ലാസ് നടത്തിയ എക്സാമിന്റെ കുറെ ആളുടെ പേപ്പർ ഞാൻ തിരിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് അയക്കണത്രേ. കുറച്ച് പേരുടെ അയച്ചിട്ടുണ്ട്, മാർക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് പേരുടെ നോട്ട്സ് അതായത് ചെക്ക് ചെയ്യാനുണ്ട്. അത് മിസ് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് അയച്ചിരും കേട്ടോ. നിങ്ങളുടെ നോട്ട്സും എക്സാം പേപ്പറും മിസ് ചെക്ക് ചെയ്ത് അയക്കും. കുറച്ച് പേരുടെ അയച്ചിട്ടുണ്ട്. അയക്കാത്തവര് എന്താ എന്റെ നോക്കാൻ ടെൻഷൻ വേണ്ട. അപ്പൊ ഈ പാഠഭാഗത്തിലെ പേജ് നമ്പർ 43 വേർഡ് മീനിങ്, ശബ്ദാർത്ഥ ആൻഡ് സമാനാർത്ഥി ശബ്ദ, അവ രണ്ടും നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, ശ്രീദേവിനെ കാണുന്നില്ലല്ലോ. ക്രിസ്റ്റി, സിൻഡോ, എബിൻ, നിങ്ങൾ എന്തിനാ ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്യുന്നേ? വീഡിയോ ഓഫ് ചെയ്യണ്ട, ഫോൺ അവിടെ വെച്ചേക്ക്. ആർക്കാണ് നെറ്റ് പ്രോബ്ലം? ക്രിസ്റ്റിക്കാണോ? യെസ്. ഓക്കെ, ക്രിസ്റ്റി ഓക്കെ. എബിൻ, ബിജു ആൻഡ് ശ്രീദേവ്. ക്ലാസ് കഴിയുന്നത് വരെ നെറ്റ് വീഡിയോ ഓഫ് ചെയ്തേ. ഡിക്റ്റേഷൻ വേർഡ് അധ്യാപിക, പ്രതിദിൻ, വിദ്യാലയ, സംരക്ഷൺ, ഉദ്യോഗം, പ്രദൂഷിത്, സ്കൂട്ടർ, വൃക്ഷാരോപണം. നെക്സ്റ്റ് ഓറൽ ക്വസ്റ്റ്യൻസ് മിസ് ഇപ്പൊ ക്ലാസ്സിൽ ചോദിക്കും. നിങ്ങൾ എക്സാമിന് വേർഡ് മീനിങ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് മീനിങ് ആണ് എക്സാമിന് എഴുതേണ്ടത്. വീണ്ടും വീണ്ടും ചോദിക്കാൻ ഇടവരുത്തരുത്. ഹിന്ദി പഠിക്കണോ, ഹിന്ദി പഠിക്കണോ, ഹിന്ദി വേർഡും അതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങും. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഓറൽ ക്വസ്റ്റ്യൻ ഒഴിവാക്കുക. നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതിയ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക. ഓക്കെ, ഡയറി ഹെ ഓറൽ ക്വസ്റ്റ്യൻസ്. നമ്മുടെ വൈവ, നമ്മുടെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ച അതിന്റെ ആൻസർ പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. യഹ് കിസ്കി ഡയറി ഹെ, ഇത് ആരുടെ ഡയറിയാണ്? പ്രിയാക്കി ഡയറി ഹെ. വെരി ഗുഡ്. കാജൽ ആൻസർ പറഞ്ഞോ? सेकंड क्वेश्चन, प्रिया की मां को मोहल्ले के नल से पानी क्यों भरना पड़ा? प्रिया की मां को मोहल्ले के नल से पानी क्यों भरना पड़ा? എന്തിനാണ് പ്രിയയുടെ അമ്മ ആ പ്രദേശത്തുള്ള പൈപ്പിൽ നിന്ന്, ടാപ്പിൽ നിന്ന് വെള്ളം നിറക്കുന്നത്? അവിടെ എന്തുണ്ട് ആ വീട്ടില്? ജലം തീരെയില്ല, വെള്ളം തീരെയില്ല അല്ലെ? ജലക്ഷാമം ഉണ്ടല്ലേ അല്ലേ? ജലക്ഷാമം ഉള്ളതുകൊണ്ടല്ലേ അവര് ആ നാട്ടിലുള്ള പ്രദേശത്തുള്ള പമ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. ജലക്ക് ബചത്ത് കർണ ക്യോം ജരൂരി ഹെ, എന്തിനാണ് നമ്മുടെ വെള്ളം സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്ന് പറയാനുള്ള എന്താ ആവശ്യം? പറഞ്ഞു, മലയാളത്തിലെങ്കിലും പറഞ്ഞു, ഉറക്കെ പറ. അദ്വൈതേ, ടീച്ചർ വീട്ടിൽ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞതിന് ആൻസർ പറ, നീ അവിടുന്ന് സംസാരിക്കല. എന്തിനാണ് വെള്ളം സംരക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? വെള്ളത്തെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ, ജലത്തിനെ കൊണ്ടുള്ള ഉപയോഗം. ദേവാഞ്ജന, വൈ ആർ യു ലേറ്റ്? ജലം അമൂല്യമാണ് അല്ലെ? ജല ജീവൻ ഹെ, ജലമാണ് നമ്മുടെ ജീവൻ തന്നെയാണ് ജലം. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പ്രിയ അപ്നെ കിസ് കാം സേ ഖുശ്ബി, പ്രിയ ഏത് കാര്യത്തിലാണ് സന്തോഷമായത്? ഏതോ അവൾ ചെയ്ത പ്രവൃത്തിയിൽ സന്തോഷിച്ചില്ലേ?
എന്തായിരുന്നു പാഴാക്കാതെ ഉപയോഗിച്ചത് കൊണ്ട് ആരെല്ലാം പാഴാക്കുമ്പോഴൊക്കെ അവരോട് പറയുകയും ചെയ്തു ഇവളൊട്ട് വെള്ളം പാഴാക്കി കളഞ്ഞതുമില്ല അല്ലെ. അതുകൊണ്ടാണ് അവൾക്ക് സന്തോഷം തോന്നിയത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത്. प्रिया को विद्यालय पहुंचने में क्या देर हो गई? പ്രിയ സ്കൂളിൽ എത്താൻ എന്തുകൊണ്ട് ലേറ്റ് ആയി? പറഞ്ഞ് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞേ. വെള്ളം കിട്ടാത്തത് രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പോയപ്പോഴ് കിണറില് പൈപ്പില് വെള്ളമില്ലായിരുന്നു. എന്നിട്ട് വീണ്ടും ആ നാട്ടിലുള്ള പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് വെച്ചിട്ടാണ് അവൾ എന്ത് ചെയ്ത് കുളിച്ച് സ്കൂളിൽ എത്താൻ നോക്കിയത്. അപ്പൊ അതിന്റെ ഞാൻ മാർക്ക് ചെയ്ത് ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകള് അത് ഞാൻ അയച്ചു തരാട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട്. ക്വസ്റ്റിന്റെ മീനിങ് മാത്രം ഇപ്പൊ മനസ്സിലാക്കി വെക്ക്. മിസ് ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ തന്നെ ഞാൻ ഗ്രൂപ്പിൽ അയക്കും. എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയാൻ പാടില്ല. ഗ്രൂപ്പ് നോക്കി ക്വസ്റ്റ്യൻ ആൻസർ മീനിങ് ഒക്കെ എഴുതിയെടുക്കുക. ഓക്കെ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജലസംരക്ഷൺ കിസേ കഹത്തെ ഹെ? ഏതിനെയാണ് ജലസംരക്ഷൺ എന്ന് പറയുന്നത്? വെള്ളം കളയാതെ വെള്ളം പാഴാക്കി കളയാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ജലം മലിനമാക്കാതിരിക്കുന്നതാണ് എന്ത്? ജലസംരക്ഷൺ. പ്രിയാനെ ഭാവേഷ് കോ ക്യാ സമझായ? പ്രിയ ഭാവേഷ് എന്ന കുട്ടിക്ക് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്? ഇതിൽ കുറെ പേര് വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റ ക്ലാസ്സിൽ ഇരുത്തൂലേ. ഇനി വീഡിയോ ഓഫ് ചെയ്യേണ്ടത് നിങ്ങൾ കാണാൻ പറ്റുന്ന മുഖമൊന്നുമല്ല നിങ്ങളുടെ. ഗ്ലാമർ ഇല്ലാച്ചിട്ടാ ഓഫ് ചെയ്യുന്ന എബിൻ ബിജു. വീഡിയോ ഓഫ് ചെയ്ത് വെറുതെ ഇരുന്നാൽ ഞാൻ പ്രസന്റ് തരില്ല. എന്താണ് പ്രിയ ഭാവേഷിന് പറഞ്ഞ് മനസ്സിലാക്കിയത്? വെള്ളം പാഴാക്കരുതെന്ന്. വെള്ളം പാഴാക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അല്ലേ. പ്രിയ अपने घर के बाहर पेड़ क्यों लगाना चाहती है? അവൾ എന്തിനാണ് വീട്ടിന് പുറത്ത് കുറെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്? മഴ പെയ്യാൻ വേണ്ടി, ജലക്ഷാമം ഇല്ലാതാക്കാൻ. അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ മഴ പെയ്യുന്നു, അതിലൂടെ ജലം കിട്ടുമെന്നും അറിയിച്ചുകൊണ്ട് അല്ലേ. आप जल संरक्षण के लिए क्या क्या कर सकते हैं? നിങ്ങൾ ജലസംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും? ജലം സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും? ചെടികൾ നട്ടുപിടിപ്പിക്കും, മരങ്ങൾ നട്ടുപിടിപ്പിക്കും, വെള്ളം പാഴാക്കില്ല, ജലം അധികം പാഴാക്കൂല, പിന്നെ ജലം മലിനമാക്കരുത്, ജലം മലിനമാക്കൂല അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ആൻസർ. മിസ് അത് ഗ്രൂപ്പിൽ അയച്ചിരും കേട്ടോ. നെക്സ്റ്റ്, ഡയറി കെ അനുസാർ ഘടന കി സഹി താരീഖ് ലിഖോ. താഴെ പറഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ട് ഓരോ ദിവസത്തെ സംഭവം വെച്ചിട്ട് ഏത് ദിവസം എഴുതിയ ഡയറിയിലാണ് ആ സംഭവം എന്ന് കണ്ടുപിടിച്ച് എഴുതണം. ദിൻ താരീഖ് കേട്ടോ. ഫസ്റ്റ് എന്താണ്? മൊഹല്ലേക്ക് ഹെഡ് പമ്പ് സേ പാനി ഭര. അത് ഏത് ദിവസം ഡയറിയിലാണ് ഉണ്ടായിരുന്നത്? 16 ജൂലൈ 2018. പ്രിയ കോ വിദ്യാലയ പഹുഞ്ചനെ മേ ദേർ ഹോ ഗയി. പ്രിയക്ക് സ്കൂളിൽ എത്താൻ വേണ്ടി ലേറ്റ് ആയതും ഏത് ദിവസമാണ്? ആ ദിവസം തന്നെയാണ് അല്ലെ. ആ ഡേറ്റ് എടുത്ത് താഴെ എഴുതിക്കോ. 16 ജൂലൈ 2018. താഴെ എടുത്തെഴുത്.
സെബ മറയത്തിരുന്നിട്ട് എഴുതുന്നുണ്ടോ മോളെ സെബ? എഴുതിയോ മക്കളെ? 16 ജൂലൈ 2018 ദേവാഞ്ജന സെറാറോസ് വീഡിയോ ഓൺ ചെയ്തേ പറ്റൂ. ഓഫ് ആക്കിയ അപ്പൊ തന്നെ ഞാൻ ക്ലാസ് പുറത്തേക്ക് ഇടും. ഇങ്ങനെ പൂച്ചക്കുഞ്ഞെല്ലാം പിടിച്ചിങ്ങനെ പുറത്തേക്ക് ഇടുന്നുണ്ട് സെറ? പൂച്ചക്കുഞ്ഞിനെ ദേവാഞ്ജന ഇടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. അതുപോലെ കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തങ്ങ് പുറത്തേക്ക് ഇടും കേട്ടോ. അപ്പൊ ആരും വീഡിയോ ഓഫ് ചെയ്യരുത്. नेक्स्ट हिंदी की अध्यापिका ने जल संरक्षण के विषय में बताया. ഹിന്ദി ടീച്ചർ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് പറഞ്ഞു തന്നു. എപ്പോഴാ അത് പറഞ്ഞു കൊടുത്തത്? ഡേറ്റ് നോക്കി ഡയറി. 17 ജൂലൈ 2018. വെരി ഗുഡ്. 17 ജൂലൈ 17 ജൂലൈ 2018. ആയതേവേ എഴുന്നില്ല മോനെ? ഓക്കെ അല്ലേ ആയതേവേ? ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞില്ലേ? ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. വീട്ടിൽ വളർത്തുന്ന പട്ടികളായാലും നമ്മൾ അതിനോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പറഞ്ഞോ. രണ്ടാമത്തത് ഏറ്റവും മുകളിൽ തന്നെ ഡേറ്റ് 16 ജൂലൈ 2018. ടെക്സ്റ്റ് പാഠഭാഗം നന്നായിട്ട് വായിക്കണം മക്കളെല്ലാവരും. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സെക്കൻഡ് ഞാനിപ്പോ പറഞ്ഞു 16 ജൂലൈ 2018. തേർഡ് ഇപ്പൊ മിസ് വീണ്ടും പറഞ്ഞു 17 ജൂലൈ 2018. 17 ജൂലൈ 2018. ഇനി ഫോർത്ത് പ്രിയാനെ ഭാവേഷ് കോ സമझाया. പ്രിയ ഭാവേഷിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. എപ്പോഴാ? 17 ജൂലൈ 2018. യാടാ കാജൽ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. കാജൽ സംസാരിച്ച കാജൽ ആൻസർ പറഞ്ഞു കേട്ടോ. 18 ജൂലൈ 2018. കാജൽ ഒന്നുകൂടി പറഞ്ഞിട്ടേ കാജലെ. കാജൽ പ്ലീസ് ടെൽ മീ. 17 ജൂലൈ 2018. യെസ്, കണ്ടോ അവള് പറയുന്നതിന്റെ വ്യത്യാസം കണ്ടോ നിങ്ങള്? ഹിന്ദി സംസാരിക്കുന്ന ആളാണ് കാജല്. അപ്പൊ അതിന്റെ ആ മിസ് പറഞ്ഞിരുന്നതും കാജല് പറയുമ്പോഴും നമ്മളെ വ്യത്യാസം കണ്ടോ? കാജൽ ഇങ്ങോട്ട് സ്കൂൾ വന്നിട്ട് വേണം നമുക്ക് കാജലെടുത്ത് നല്ലപോലെ ഹിന്ദി പഠിക്കാൻ അല്ലേ? നമുക്ക് എല്ലാവർക്കും പഠിച്ചാലോ ഹിന്ദി? ഹിന്ദി സംസാരിക്കാനൊക്കെ പഠിച്ചിട്ട് നമുക്ക് കാജലിന്റെ നാട്ടിൽ പോണ്ടേ? ओके, प्रिया ने भावेश को समझाया. 18 जुलाई 2018. नेक्स्ट प्रिया ने कुछ जल व्यर्थ बहने से बचाया. പ്രിയ കുറച്ച് വെള്ളം പാഴാക്കി കളഞ്ഞത് ഒഴിവാക്കി സംരക്ഷിച്ചു. ഏത് ഡേറ്റിനാ? അദ്വൈത് പറഞ്ഞോ, ആൻസർ പറഞ്ഞേ. ഏത് ദിവസം ഡയറിയിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്? ടെക്സ്റ്റ് വായിക്കുന്നില്ല അദ്വൈത്. അദ്വൈതേ 18 ജൂലൈ 2018. 18 ജൂലൈ 2018. അദ്വൈത് കഴിഞ്ഞ എക്സാമിന് എന്താ വേർഡ് മീനിങ് മാത്രം മിസ്സിന് എഴുതി അയച്ചത്? ക്വസ്റ്റ്യൻ ആൻസർ എവിടെ കഴിഞ്ഞ എക്സാമിന്റെ? അവൻ മിസ്സിന്റെ ക്ഷമയെല്ലാം പരിശോധിക്കും തോന്നുന്നുണ്ട്. മിസ് പിന്നെയും ക്ഷമിക്കും. അവൻ കുഞ്ഞല്ലേ ചെറുതല്ലേ പിന്നെ ശരിയാവുന്നു പിന്നെയും കണക്കന്നെ. ഞാൻ ഒരു വോയിസ് ഇല്ലായിരുന്നു അതിന്റെ നമ്പറില്? ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഒരു 5 പ്രാവശ്യം വീതം ഇമ്പോസിഷൻ എഴുതി അയക്കണം എന്ന്.
എഴുതി എന്നിട്ട് ഇല്ല. എന്ത് കാരണം? വെറുതെ തമാശക്ക് പറഞ്ഞാ വിചാരിച്ചത്? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാ വിചാരിച്ചത്? പിന്നെ ഓരോ ദിവസം കാണുമ്പോ ഞാൻ വീട്ടിൽ അടുത്ത ആഴ്ച ദിവസം ആകുമ്പോഴേക്കും ശരിയാവുന്നു. ഒന്നും വീട്ടിൽ നിന്ന് വായിക്കുന്നുമില്ല, പഠിക്കുന്നുമില്ല. നല്ല അടി കിട്ടും എനിക്ക്. അത് ഇതേ വേർഡ് മീനിങ് മാത്രം അയച്ചു, ഒന്നും പഠിച്ചിട്ടില്ല എന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഇമ്പോസിഷൻ എഴുതി അയക്കും. ഇതുവരെ അയച്ചിട്ടില്ല. പറഞ്ഞതിൽ നല്ല അനുസരണയാണ് അദ്വൈതിന്. ഇന്ന് തന്നെ എഴുതണം അവിടെ ഇരുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം 5 പ്രാവശ്യം എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിന് മുന്നേ എന്നെ കാണിക്കണം. 2:30 ക്ലാസ്സിന് ആകുമ്പോഴേക്കും അയച്ചു തരണം കേട്ടില്ല. കൈ ഇങ്ങനെ ഉയർത്തിയാൽ പോരെ, 2:30 മുന്നേ അത് ക്ലാസ്സിൽ എന്റെ നമ്പറിൽ കിട്ടണം ഇമ്പോസിഷൻ. നിന്റെ ഉഴപ്പിനൊന്നും ഞാൻ നിൽക്കൂല, കൂട്ടൂല. നെക്സ്റ്റ് വിലോമ ശബ്ദോ മിലാവോ, ഓപ്പോസിറ്റ് വേർഡുമായിട്ട് ചേർക്കുക, മാച്ച് ചെയ്യുക. ഉത്സാഹിത നിരുത്സാഹിത കൊടുത്തിട്ടുണ്ട്. ജീവിതം എന്താണ്? ജീവിത മൃത്, ഫസ്റ്റ് വേർഡ് ജീവിത മൃത്. അവിടേക്ക് മാച്ച് ചെയ്തേ, ഒരു വരയിട്ട് വെച്ചേ, ആരോ മാർക്ക്. ജീവിത മൃത്. സരൾ, നെക്സ്റ്റ് വേർഡ് കഠിൻ. സരൾ കഠിൻ. മെഹ്ഫൂസിനെ കാണുന്നേ ഇല്ല. മെഹ്ഫൂസെ ഏതോ ഇരുട്ടില്ലാന്ന് തോന്നുന്നുള്ളത്. ഫാത്തിമ മെഹ്മൂസ മിസ്സിന് കാണുന്നേ ഇല്ല. ടോർച്ച് അടിക്കേണ്ടി വരുമോ മിസ്? എന്നാണ് മെഹ്മൂസെ? നിന്നെ ക്ലിയർ ആയിട്ട് കാണണ്ടേ? ക്ലിയർ ഇല്ല. നെക്സ്റ്റ് മാനവ് ദാനവ്. ദാനവ്. മാനവ് ദാനവ്. സരൾ കഠിൻ. മാനവ് ദാനവ്. സരൾ കഠിൻ. മാനവ് ദാനവ്. सदुपयोग दुरुपयोग. सदुपयोग दुरुपयोग. नंबर 1 जीवित मृदु मृद. उत्साहित അവിടെ കൊടുത്തിട്ടുണ്ട്. ജീവിത മൃദ്, സരള് കഠിന്, മാനവ് ദാനവ്, സദുപयोग ദുരുപयोग, अधिक कम. अधिक कम. കൃപ എവിടെ? കൃപ മിസ് പറഞ്ഞൊന്നും കേൾക്കുന്നില്ലേ കൃപക്ക്? പിന്നെ 1 2 3 ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നേ. ഓക്കെ. ലിംഗ് ബദല് ലടുക്ക ലടുക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ മാം എന്നുള്ളതിന്റെ ലിംഗ് പുല്ലിംഗ് എന്താണ്? മാം പിത. പിതാന്ന് വന്നൂടെ മോളെ? ബാപ്പ്. മാം എന്നുള്ളതിന് ബാപ്പാണ് ചേരുക. മാതാന്നാണെങ്കിൽ പിത ഉണ്ടോ? അങ്ങനെ അത് ചേർക്കുക കേട്ടോ. മാം വരുമ്പോ ബാപ്പന്നെ ചേർക്കണം. പഠിച്ചു വെക്കണേ. മാ ബാപ്പ്, മാതാണെങ്കിൽ പിത. അധ്യാപിക. അധ്യാപകയല്ല, അധ്യാപിക. അധ്യാപിക. ഭായി ബഹൻ. ഭായി ബഹൻ. ദാദാ ദാദി. കറക്റ്റ്. ദാദി. സഖാ സഖി. സഖി.
സഖി. നെക്സ്റ്റ് ഒന്നാമത് മാം ബാപ്പ്. മാം ബാപ്പ്. അധ്യാപക് അധ്യാപിക. ഭായി ബഹൻ. ദാദാ ദാദി. സഖാ സഖി. ഓക്കെ അല്ലേ? കംപ്ലീറ്റ് ആയോ മക്കളെ? ഇതെല്ലാം പഠിക്കണ എക്സാമിന് എഴുതി പഠിക്കണം. ലിങ്ക് ബദലെല്ലാം വരും. വചൻ ബദലെ ലിങ്ക് ബദലെല്ലാം വരും. എല്ലാ പാഠത്തിലും എല്ലാം പഠിച്ചു വെക്കാം. 10 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. നെക്സ്റ്റ് अंग्रेजी शब्दों के हिंदी अर्थ पर गोला लगाओ. അവിടെ ഇംഗ്ലീഷ് മീനിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഇംഗ്ലീഷ് ഹിന്ദി വേർഡ് സർക്കിൾ ചെയ്യണം. കറക്റ്റ് ആയ ഹിന്ദി വേർഡ് സർക്കിൾ ചെയ്യാം. അതിലെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് കൺട്രിബ്യൂഷന് യോജന അല്ലേ? നെക്സ്റ്റ് രണ്ടാമത് ഷോർട്ടേജ്. ഷോർട്ടേജ് ചോട്ട എന്നാ വരുവാ? അതും തെറ്റ്. കമ്മല്ലേ വരുവാ? കം കുറവ്. ഭാവ് തീരെ എന്ന ഇല്ലായ്മ. ചോട്ട പറഞ്ഞ ചെറിയത്. കം എന്ന് പറയുമ്പോ കുറവ്. അപ്പൊ ഏതാ വരുവാ? ഷോർട്ടേജിന് കമ്മ വരുവാ. സെയിം മീനിങ് ആയിരിക്കും, പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് ഏറ്റവും നല്ലത് ചേരുന്നതിനെ റൗണ്ട് ഇടാൻ പാടുള്ളൂ. പൊല്യൂട്ടഡ് അപ്രദൂഷൺ. പ്രദൂഷിത് പവിത്ര. പ്രദൂഷിത് മലിനപ്പെടുക. അതാ പറഞ്ഞേ, പെട്ടെന്ന് നിങ്ങളെ ആൻസർ തെറ്റിപ്പോവും, ശ്രദ്ധിക്കണം. കോൺസർവേഷൻ രക്ഷ. സങ്കുചിത സംരക്ഷൺ. സംരക്ഷൺ. കൺസർവേഷൻ സംരക്ഷൺ. എക്സൈറ്റഡ് ഉത്സാഹിത്. ഉത്സാഹ് ഉത്സാഹിത് ഉജൽന. അയ്യോ ഉത്സാഹിത്. ഉത്സാഹിത്. ഉത്സാഹിത് സെക്കൻഡ് വൺ. ഉത്സാഹിത്. നിഹാലിനെ കാണുന്നില്ല മോനെ. പൊല്യൂട്ടഡ് ഒന്നും കൂടി പറയോ? പ്രദൂഷിത്. ഞാൻ വെച്ച് നിഹാൽ ഇടയ്ക്ക് മുങ്ങിയോ, ഇവിടെ കാണുന്നില്ല. നെക്സ്റ്റ് दिए गए वाक्यों का अपनी मातृभाषा में अनुवाद करो. Translate into mother tongue to the following sentences. മലയാളത്തിലേക്ക് താഴെ കൊടുക്കുന്ന സെന്റൻസ് തർജ്ജമ ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക. അധ്യാപിക ने बैठने के लिए कहा. എന്താ അതിന്റെ മീനിങ് വരുവാ? മലയാളത്തിലേക്ക് എങ്ങനെ എഴുതും? അധ്യാപിക ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്തെന്നാ? അധ്യാപിക ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. മിസ് ഇത് ഗ്രൂപ്പിൽ അയക്കോ? മിസ് അയച്ചതാ. അധ്യാപിക ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അധ്യാപിക ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. നെക്സ്റ്റ് ജൽ ഹി ജീവൻ ഹേ. ജലമാണ് ജീവൻ. യെസ്, ജലമാണ് ജീവൻ. मैं समय पर विद्यालय पहुंच गई. ഞാൻ സമയത്ത് തന്നെ സ്കൂളിൽ പോയി.
സോറി, സ്കൂളിൽ എത്തിച്ചേർന്നു അവിടെ പോയി എന്നല്ല കേട്ടോ. ഞാൻ സമയത്ത് തന്നെ സ്കൂളിൽ എത്തിച്ചേർന്നു. ഞാൻ സമയത്ത് തന്നെ സ്കൂളിൽ എത്തിച്ചേർന്നു. നെക്സ്റ്റ്, अधिक से अधिक पेड़ लगाए. अधिक से अधिक पेड़ लगाए. കുറെ അധികം മരം വെച്ച് പിടിപ്പിക്കണം. കുറെ അധികം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. നെക്സ്റ്റ്, കുറെ അധികം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. നെക്സ്റ്റ്, ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ട് കണ്ടോ മക്കളെ? ചിത്രക്കോ ദേഖ്കർ 5 വാക്യ ലിഖോ എന്നാണ്. ചിത്രം നോക്കിയിട്ട് 5 സെന്റൻസ് എഴുതണമല്ലോ. എന്നാ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? ഫ്ലഡ്, ഒരു ഫാക്ടറി കാണുന്നുണ്ട് അല്ലേ? പുറത്തേക്ക് ഇങ്ങനെ എന്തോ ഒരു പുകകൾ ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്ന കാണുന്നുണ്ട്. അതിന്റെ അടുത്ത് തന്നെ എന്ത് കാണുന്നുണ്ട്? ഒരു പുഴ കാണുന്നുണ്ട് അല്ലേ? പുഴയില് മീനുകളുണ്ടോ? പക്ഷെ ആ മീനുകളെ എങ്ങനെ നിങ്ങൾ കാണുന്ന നോക്കിയേ? അവര് ഹാപ്പി ആണോ? എന്തായിരിക്കും കാരണം? അതാണ് അവിടെ അല്ലേ? അപ്പൊ ഇത് എന്തിന്റെ പോസ്റ്റർ, എന്തിന്റെ ചിത്രം അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഏത് വിഷയം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചിത്രം തന്നിരിക്കുന്നത്? ജലമലിനീകരണവുമായി ബന്ധപ്പെട്ടതാണല്ലേ? വെരി ഗുഡ്. ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു പിക്ചറാണ് അവിടെ കൊടുത്തത് അല്ലെ? ഫാക്ടറികളിൽ നിന്ന് മാലിന്യങ്ങള് ആ പുഴയിൽ ഒഴുക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സങ്കടം, അതുകൊണ്ട് ആ മത്സ്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അല്ലെ? കരയുന്നത് പോലെ തോന്നുന്നു. അപ്പോ ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രക്കോ ദേഖ്കർ 5 വാക്യ ലിഖോ. നല്ല മക്കളല്ലേ? എഴുതൂലൊക്കെ തന്നെ 5 സെന്റൻസ് എഴുതാൻ പറ്റുമോ? ആ പിക്ചറുമായിട്ട് ബന്ധമുള്ള 5 സെന്റൻസ് എഴുതണം. ആ ഹിന്ദിയിൽ എഴുതണം. അതുകൊണ്ടല്ലേ മിസ് സമ്മതിച്ച് നിങ്ങൾ എഴുതുമല്ലോ. പറ്റില്ല? ജലമലിനീകരണവുമായി ബന്ധപ്പെട്ടതും ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ആ മലിന ജലവും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ 5 സെന്റൻസ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് പിക്ചറിന്റെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായോ? യെസ്. തൊട്ട് താഴെ പ്രതിദിൻ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യണം? അപ്പിനി ദിനചര്യ ഡയറി മേലിക്കോ. നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ, ദൈനംദിന പ്രവർത്തനങ്ങൾ ഡയറി എഴുതാൻ. ഡയറി എഴുതാൻ അറിയാ? എഴുതാൻ അറിയോ? അതില് ഡയറി എഴുതാൻ വേണ്ടി മിസ് കുറച്ച് പറഞ്ഞുതരാം. മിസ് സൂചിപ്പിച്ചുതരാം. ഇതെല്ലാം നിങ്ങളെ ഹോംവർക്കാണ്. നിങ്ങൾ എഴുതി നോക്ക്. ഡയറി എഴുതുമ്പോൾ ഡേറ്റ് ഇടുക. മിസ് ഇന്നത്തെ ഡയറി എഴുതുന്നത് മിസ് ഇന്ന് 22/9/2000. ഹിന്ദിയിലാണോ? ഹിന്ദിയില്, എല്ലാം ഹിന്ദിയില്, ഒന്നും പിന്നെ മലയാളം ഇംഗ്ലീഷിലും ഇല്ല. അപ്പൊ മിസ് പറഞ്ഞ ശ്രദ്ധിച്ചോ, മുകളിൽ ഡേറ്റ് എഴുതണം. 22/9/2021. മിസ് ഇന്നത്തെ ഡയറി എഴുതാൻ പോവുന്നു. ഇന്ന് രാത്രി ആകുമ്പോ മിസ് ഇന്നത്തെ ഡയറി എഴുതും. അതിന് തൊട്ട് താഴെ ബുധവാർ. വെനസ്ഡേക്ക് എന്ന് ഹിന്ദിയിൽ പറയല് ബുധവാർ. ഇനി അതെയാ, ഇനി ഇന്ന് ഞാൻ ഡയറി എഴുതുമ്പോ ഞാൻ രാവിലെ എഴുന്നേറ്റു, ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്ക് നൽകിയെന്നോ, ഞാൻ കുളിച്ചു, പല്ല് തേച്ചു, ഭക്ഷണം കഴിച്ചു, ഒന്നുമല്ല മിസ് എഴുതുന്നത്.
എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്? ആ ദിവസം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ പോയിന്റ് മാത്രം വെച്ചുകൊണ്ട് എഴുതണം. ആദ്യ സബേരെ വിടാ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എഴുതണം. പിന്നെയുള്ള സംഭവമില്ലേ, രാവിലത്തെ ഭക്ഷണം കഴിച്ചതും കുളിച്ചതും എല്ലാം എഴുതാതെ എന്ത് ചെയ്യണം? ഇന്ന് എനിക്ക് നല്ല ദിവസമായിരുന്നു, ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് മോശം ദിവസമായിരുന്നു, അഭിപ്രായം വെച്ചുകൊണ്ട് നമ്മളുടെ മിസ് ഒരു കാര്യം ചെയ്യാം. ഇന്ന് കഴിഞ്ഞിട്ട് ഒരു ഡയറിയുടെ മോഡൽ മിസ് ഗ്രൂപ്പിൽ ഇട്ടുതരാം എഴുതിയിട്ട്. നിങ്ങളുടെ ഡയറി നിങ്ങളെല്ലാവരുടെയും ഒരു ഏകദേശം വെച്ചിട്ടുള്ള ഒരു ഡയറി മിസ് തയ്യാറാക്കി തരാം കേട്ടോ. അത് രാവിലെ എഴുതി എന്നിട്ട് നിങ്ങൾ ഒന്ന് എഴുതി നോട്ടിലേക്ക് എഴുതി വെച്ചോ, ഒരു മോഡൽ എഴുതി വെച്ചോ, പിന്നെ നിങ്ങൾക്ക് ദിവസം എഴുതാലോ. അപ്പൊ മിസ്സസ് ആ ഡയറിയിൽ അതിരാവിലെ പുലർച്ചെ എഴുന്നേൽക്കുന്നതിൽ ഉണ്ടാവും. നിങ്ങൾ 10 മണി വരെ ഉറങ്ങുന്നവരായിരിക്കും അല്ലേ, 8 മണി വരെ ഉറങ്ങുന്നവരായിരിക്കും, മടിയന്മാരായിരിക്കും. എങ്കിലും മിസ്സിന് അങ്ങനെ അല്ലാണ്ട് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരു ഡയറി മിസ് എഴുതിയിട്ട് ഇന്നല്ല നാളെ എഴുതി അയച്ചുതരാം. ഓക്കെ, ഇപ്പൊ ക്ലാസ് കട്ടാവാറായി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ബൈ, സി യു. Thank you, Miss. ഓക്കെ Bye, Miss. Thank you, Miss. അദ്ദേഹം കൊടുത്തു. വേഗം ഒരു ഇൻക്വസ്റ്റ് എഴുതി അയക്കട്ടോ മിസ്സിന്. ഇത്തിരി ചോറുണ്ടാ മതി. ഓക്കെ, Thank you, Miss. ഇതിലെ വേർഡ് മീനിങ്ങും വിരാമ ശബ്ദമൊക്കെ സമനാർത്ഥി ശബ്ദം നോട്ട്ബുക്കിലേക്ക് എടുത്ത് റെഡി ആയിട്ട് എഴുതി വെക്കും. ബാക്കി വർക്കുകൾ ഇപ്പം മിസ് ഗ്രൂപ്പിൽ അയക്കും. അല്ല എഴുതിക്കോ അവിടെ ഇരുന്നിട്ട്. ഒന്നും നാളേക്ക് വെച്ചേക്കണ്ട, ഇപ്പൊ തന്നെ എഴുതിക്കോളൂ. ഓക്കെ, ആരും നോട്ട് കംപ്ലീറ്റ് ആക്കാതിരിക്കല്ലേ. ഇത്രയും പാഠങ്ങളാണ് എക്സാമിന്